Hi, welcome to the second method of the system of equation, linear system of equations, that is the Gauss elimination method, Gauss elimination method. So in this method, we are going to deal with consider a system of equation Ax is equal to B. This is the system of equations. Suppose we have three equations. Okay, so our procedure is step 1 is procedure is given by step 1 is eliminate x1 from eliminate x1 from second equation let us eliminate x1 from second equation by multiplying first equation by minus a21 by a11 and one by this one, first equation by this quantity and adding to second equation, Okay. So this രീതിയിൽ നമ്മൾ സെക്കൻഡ് ഇക്വേഷനിൽ x1 ഡിലീറ്റ് ചെയ്യുക. ഇതേപോലെ തന്നെ പ്രോസസ്സ് ചെയ്തിട്ട് സ്റ്റെപ്പ് 2ൽ eliminate x1 from third equation. Okay. After that, ഇനി ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? ഫസ്റ്റത്തേത് 3 വേരിയബിൾ ഇക്വേഷൻ, സെക്കൻഡിൽ x1 ഇല്ല. ഓക്കെ, തേർഡ് ഇക്വേഷൻ നെക്സ്റ്റ് ചെയ്യാനുള്ളത് eliminate x2. ഇവിടെ eliminate x1 from second equation, eliminate x2 from third equation, eliminate x2 from third equation. ഇതാണ് നമ്മുടെ പ്രോസസ്. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും എന്താണെന്ന്. Solution technique is first problem, that is solve by Gauss elimination method. Gauss elimination method. Question is given by 2x plus y plus z equal to 10, 3x plus 2y plus 3z equal to 18, അടുത്തത് x plus 4y plus 9z equal to 16. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് is eliminate x from second equation. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷന് എന്ത് ചെയ്യാൻ പറഞ്ഞു? -a21 by a11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. a21 എന്ന് പറഞ്ഞാൽ 3, 11 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ മൈനസ് എന്ത് വരും? 3/2 ഇൻറ്റു 2x plus y plus z equal to minus 3/2 into 10. ഇതെന്തായി മാറി? minus 3x minus 3/2y minus 3/2z equal to എന്ത് കിട്ടി? 2 2 ഇത് വെട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 വന്നു, minus 15 വന്നു. Okay, this is equation number. This is first one, second, third equation. This is fourth equation. Adding 4 plus 2 implies 3x and 3x minus 3x would cancel out. But 2y minus 3/2y in there plus 3z minus 3/2z equal to 18 plus minus 15 വന്നു.
ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2y into 2 4y minus അപ്പോൾ y by 2 പ്ലസ് ഇവിടെ 6z minus 3z അപ്പോൾ 3z by 2 equal to ഇവിടെ എന്ത് കിട്ടി that's equal to 53 ആണ് അവിടെ ആൻസർ വരിക which implies y plus 3z equal to 6 y plus 3z equal to 6 ഇതാണ് ഏത് ഇക്വേഷൻ കിട്ടിയത് ഫിഫ്ത്ത് ഇക്വേഷൻ കിട്ടി ഓക്കെ ഇനി ചെയ്യാനുള്ളത് എലിമിനേറ്റ് x from third equation eliminate x from third equation eliminate x from third equation അതിന് നമ്മൾ -a31/a11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഫസ്റ്റ് ഇക്വേഷൻ എന്ത് വരും നോക്കിയേ ഇവിടെ വാല്യൂ 1 ആണ് വരിക -1/2 കൊണ്ട് 2നെ ഫസ്റ്റ് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്ത് കിട്ടും ദാറ്റ്സ് ഈക്വൽ ടു -1/2 into 2x plus y plus z equal to -1/2 into 10 that's equal to -5 ഇതെന്ത് വരും -x -1/2 -y/2 minus z/2 equal to -5 ഇനി നമ്മൾ തേർഡ് ഇക്വേഷൻ ആക്കി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ this is equation number 6 ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 plus 6ഉം തേർഡ് ഇക്വേഷനും കൂടി ആഡ് ചെയ്യുക അതായത് എല്ലാം നമ്മൾ എക്സ് ആണ് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ഓപ്പറേഷൻ നടത്തുന്നതൊക്കെ ഫസ്റ്റ് ഇക്വേഷനിലാണ് y ആണ് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ഓപ്പറേഷൻ നടത്തേണ്ടതൊക്കെ സെക്കൻഡ് ഇക്വേഷനിൽ ഓക്കെ അപ്പോൾ 6 plus 3 എന്ത് കിട്ടും -xഉം xഉം കൂടി ക്യാൻസൽ ആയി പോവും പിന്നെയുള്ളത് 4y -y/2 plus 9z minus z/2 equal to 16 minus 5 that's equal to 11 വരും ഇത് 8y minus y അപ്പോൾ 7y/2 plus ഇവിടെ 18z അപ്പോൾ 17z/2 equal to 11 വന്നു അപ്പോൾ എത്ര കിട്ടും ആൻസർ 7y plus 17z equal to 22. This is equation number 7. Okay, process clear ആണല്ലോ ഫസ്റ്റ് എലിമിനേറ്റ് എക്സ് ഫ്രം സെക്കൻഡ് ഇക്വേഷൻ ചെയ്യേണ്ടത് സെക്കൻഡ് ഇക്വേഷനിലുള്ള എക്സിന്റെ കോഎഫിഷ്യന്റ് എടുക്കുക അതായത് a21 ആണ് സെക്കൻഡ് ഇക്വേഷനിലെ കോഎഫിഷ്യന്റ് അപ്പോൾ മൾട്ടിപ്ലൈ ഫസ്റ്റ് ഇക്വേഷൻ ബൈ -a21/a1 a11ത്തെ കോഎഫിഷ്യൻസ് അവിടെ ക്യാൻസൽ ആയി പോയി സെക്കൻഡ് ഇക്വേഷനിലെ കോഎഫിഷ്യന്റ് ഓപ്പോസിറ്റ് സൈൻ ആയി മാറുന്നത് അപ്പൊ അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇതേപോലെ തേർഡ് ഇക്വേഷനും ചെയ്ത് തേർഡ് ഇക്വേഷനും 2 വേരിയബിൾ ആക്കി മാറ്റുക ഇനി ചെയ്യേണ്ടത് എലിമിനേറ്റ് y ഫ്രം 5 and 7 5 and 7 എന്തൊക്കെയാ നമ്മൾക്ക് എലിമിനേറ്റ് ചെയ്തത് y plus 3z y plus 3z equal to 6 ഉണ്ട് പിന്നെ 7y plus 17z equal to 22. This is equation number 5 ഉം ഇത് equation number 7 ആയിരുന്നു ഇനി ഇതേ പ്രോസസ്സ് തന്നെ yയിലും റിപ്പീറ്റ് ചെയ്യാം ഓക്കെ ഈ രണ്ട് ഇക്വേഷനിൽ y എലിമിനേറ്റ് ചെയ്യണം പ്രോസസ് is given by നമ്മുടെ ഫസ്റ്റ് ഇക്വേഷന് -7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം -7 into equation 5 implies -7y -21z equal to -42 ഇനി നമ്മുടെ ഇക്വേഷൻ 7 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7y plus 17z equal to 22 ആഡ് ചെയ്ത് ഇത് 0 ആയി മാറി ഇവിടെ -4z വന്നു equal to -20 കിട്ടി അപ്പോൾ z equal to എന്ത് കിട്ടി ഇവിടെ 5 കിട്ടി
So the reduced form of the equation is given by the equation 2x plus y plus z equal to 10. Next equation reduce the y plus 3z equal to 6. Third equation z ne reduce okay. Third equation y like reduce z find out this is our system of equation. Ingane convert it. Now, z equal to 5 already kittiittundu. Avadunu y substitute y equal to 6 minus 3z. That's equal to 6 minus 15 vannu. That's equal to minus 9. Okay. Minus 9 vannu. Next x evaluate cheyanengil 2x is equal to 10 minus z minus y. That's equal to 10 minus z equal to 5 plus 9. 19 minus 2, that's equal to 14. X equal to 7. So our system of equation can be solved and the solution is given by x equal to 7, y equal to minus 9 and z equal to 5. This is the equation.